ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. ടോഫി ഡ്രിങ്ക്. വിരുന്നുകാർക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അതിനായിട്ട് ഞാൻ ഈ ജാറിലേക്ക് കുതിർത്ത് വെച്ച കാഷ്യവും ബദാമും ഇട്ടെടുക്കുന്നുണ്ട്. രണ്ടും സെയിം അളവാണ്, കുറച്ചായി എടുത്തിട്ടുള്ളൂ. രണ്ടും ഒരു 6-7 പീസ് എടുത്തിട്ടുള്ളൂ. ബദാം എടുക്കുകയാണെങ്കിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ടോഫിയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കുക്ക് ചെയ്തിട്ടാണ് ടോഫി ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാനിത് ഒരു ചെറിയൊരു പുഡിങ് ഉണ്ടാക്കിയായിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള ടോഫിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി കളയണ്ടല്ലോ വെച്ചിട്ടാണ്. അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ടോഫി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 4 വരെയാകാം. 5 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാലിൻ്റെ അളവൊന്ന് കൂട്ടണം. ഞാനിപ്പോൾ ഈ സ്പൂണിന് 3 സ്പൂണാണ് എടുക്കുന്നത്. ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇതിൽ ബാക്കി കുറച്ച് ടോഫിയും കൂടി ഉണ്ട്. നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ടോഫി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതൊരു ടിപ്പായിട്ട് കണക്കാക്കിക്കോളി. ഇങ്ങനെ ചെയ്തിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. താഴ്ഭാഗം വേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗം കാറ്റ് കടക്കാൻ പാടില്ല. കാറ്റ് കടന്നാൽ അത് കേടുവരും. ഫ്രിഡ്ജിൽ നമുക്ക് എത്ര വേണമെങ്കിൽ സൂക്ഷിച്ചേക്കാം ഇങ്ങനെ ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ആവശ്യം. ഞാൻ ഇവിടെ പാല് കട്ടയൊക്കെ എടുത്തതാണ്. 1 കപ്പോളം പാലുണ്ട് ഇതിൽ. ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും. 1 കപ്പാണ് ഇതിന് കണക്ക്. അത് നന്നായി കട്ടയാക്കിയിട്ട് എടുക്കണം. നല്ല പതഞ്ഞു വരും നമ്മുടെ ഡ്രിങ്ക്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തരാം. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഡ്രിങ്ക്. യാതൊരു ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ, വേഗത്തിൽ ഉണ്ടാക്കാം. നമുക്കൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഗ്ലാസ് ചോക്ലേറ്റ് സിറപ്പ് വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റും ടോഫിയും കൂടി കൂടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്സിനുള്ളത് തന്നെ ഉള്ളൂ. ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാം, അതൊന്നും പ്രശ്നമില്ല. എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നട്ട്സ് ഇടാം, ചോക്ലേറ്റ് ചിപ്സ് ഇടാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.